എൻ്റെ ഈ ചൂണ്ടുവിരലും തള്ളവിരലും ഷുഗറിന്റെ ആധിക്യം കൊണ്ട് ഒരു ദിവസം നേരം വെളുത്ത് നോക്കുമ്പോ ഈ നൃത്തം നിൽക്കുക. പടച്ചോനെ, എണ്ണിട്ടൊക്കെ എന്തൊക്കെ ചെയ്തു. ഹനീഫ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, സൂക്ഷിക്കണം, നിങ്ങളുടെ അംഗങ്ങൾക്കൊക്കെ കേടുപറ്റാൻ സാധ്യതയുണ്ട്, ആ രൂപത്തിൽ എനിക്ക് ഷുഗർ ഉണ്ട്. ജിലാനി തങ്ങൾ എന്നെ ഉറക്കത്തിൽ എനിക്ക് മരുന്ന് കൊടുന്നിട്ടുണ്ട് വിളിച്ചിട്ട്. ഏതായിരുന്നാലും അങ്ങനെ ഈ രണ്ട് കൈയും രണ്ട് വിരലും ഇങ്ങനെ നിൽക്കന്നെ, എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല. ഞാൻ ബേജാറായി. അന്ന് എനിക്കൊരു പരിപാടി ഉണ്ട്, എൻ്റെ അടുത്ത് ഒരു മീഡിയയുടെ ദർസിൽ വാള് കഴിഞ്ഞ് രാത്രി ഒരു 11:30-12 മണിയായിരുന്നു. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞ്, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പ്രസംഗിച്ചു, ദ്വാ ചെയ്തു, ഇനി എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്തു തരും. എന്താണോ ചോദിച്ചു. 33 വട്ടം ജീലാനി തങ്ങളെ എൻ്റെ ഒരു പ്രശ്നത്തിന് നിങ്ങൾ വിളിച്ചു തരുമോ ചോദിച്ചു. പ്രശ്നം ഞാൻ പറഞ്ഞില്ല, അതേ അറിഞ്ഞ് എഴുന്നേൽക്കാൻ പറഞ്ഞ് ലൈറ്റ് അങ്ങ് കെടുത്തി ആണ്ട് വിളിച്ചു. സുബ്ഹാനല്ലാഹ് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 33 വട്ടം. 33 വട്ടം ഞാൻ 30 വട്ടം വിളിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നിർത്തും. എന്നിട്ട് ഇങ്ങനെ കൈ തടകിയിട്ട് പറയും, ജീലാനി തങ്ങളെ എൻ്റെ കൈ ശരിയാക്കി തരണം. മലയാളത്തിലാണ് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നിർത്തും. എന്നിട്ട് ഇങ്ങനെ കൈ തടകിയിട്ട് പറയും, ജീലാനി തങ്ങളെ എൻ്റെ കൈ ശരിയാക്കി തരണം. മലയാളത്തിലാണ് പറയും. ചെയ്തോക്ക്. 33 കഴിഞ്ഞതാ. അന്ന് അതിപ്പോ ഏകദേശം 8 വർഷത്തോളമായി. അപ്പം തന്നെ ശരിയായി 2 പേർ. പിന്നെ എങ്ങനെ ഒരു സംഭവം എൻ്റെ കൈക്കൊണ്ടായിട്ടില്ല. സംഭവിക്കൂല. ഭയങ്കര മദത്. ആ പേര് പറഞ്ഞാൽ മതി. അത്ര ഇഖ്ലാസിലും ഭയങ്കര ഓർമ്മയിലൊന്നും ആവണമെന്നൊന്നുമില്ല. അങ്ങനൊക്കെ ചെയ്താൽ വലിയ ഫലം കാണും. ഇത് വലിയ ഒന്നാണ്. ഉമ്മമാരെ പിടിക്കുക ജീലാനി തങ്ങളെ.